9ാം ക്ലാസ്സുകാരൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു. ബാഗ് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞു. യൂണിഫോം മാറാനോ ഷൂ അഴിച്ചു വയ്ക്കാൻ പോലും അവൻ മറന്നു. അമ്മയുടെ ഫോൺ കൈക്കലാക്കി റൂമിനുള്ളിലേക്ക് കയറി. പലതവണ അമ്മ അവനെ സ്നേഹത്തോടെ വിളിച്ചു. എന്നാൽ ആ വിളിക്ക് ചെവി കൊടുക്കുവാൻ അവൻ തയ്യാറായില്ല. എല്ലാം മറന്ന് അവൻ ഫോണിൽ ലയിച്ചിരിക്കുകയാണ്. അമ്മ അവനോട് അടുക്കലേക്ക് ചെന്നിട്ട്, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, വന്നാലുടൻ യൂണിഫോം മാറണം, ഷൂ അഴിച്ചു മാറ്റണം, ഫോൺ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നീ കേട്ടിട്ടില്ലേ? കുറച്ചൊക്കെ മര്യാദ വേണ്ടേ എന്ന് അമ്മ ആ മകനെ ശകാരിച്ചു. ഇതെന്തൊരു ശല്യം എന്ന മട്ടിൽ രൂക്ഷമായ ഒരു നോട്ടമാണ് അമ്മയ്ക്ക് കിട്ടിയ മറുപടി. അവൻ ഫോണിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ആ അമ്മ, എൻ്റെ ദൈവമേ, ഇവന് എന്തിൻ്റെ കേടാ? നിസ്സഹായതയോടെ തലയിൽ കൈവച്ച് അമ്മ പറഞ്ഞു. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എൻ്റെ മോൻ? മിടുമിടുക്കൻ, ഊണിലും ഉറക്കത്തിലും അമ്മയെ തന്നെ വേണം. ഇപ്പോൾ ഇവന് മാതാപിതാക്കൾ കൂടെ നടക്കുന്നത് പോലും അലർജിയാണ്. എന്തിനും ഏതിനും തർക്കുത്തരം മാത്രം. വീട്ടുകാരേക്കാൾ കൂടുതൽ അവനിപ്പോൾ ആവശ്യം കൂട്ടുകാരെയും ഒപ്പം മൊബൈൽ ഫോണുമാണ്. കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് പറയാനുള്ളത് ഇത്തരം നിരവധി സംഭവങ്ങളാണ്. പിടികിട്ടാത്ത കുരുന്നു മനസ്സുകളെ മനസ്സിലാക്കുവാൻ ഇനിയുള്ള കാലം മാതാപിതാക്കൾക്ക് കഴിയണം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 119:9, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ.